നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. മാറ്റം തുടങ്ങാം, വികസിത പാലക്കാട് സാധ്യമാക്കാം എന്ന മുദ്രാവാക്യവുമായി ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ബി.ജെ.പി ക്യാമ്പുകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ ശോഭാ സുരേന്ദ്രൻ സാധിക്കുമെന്നാണ് അണികൾ പറയുന്നത്. കൂടാതെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികളും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം ഉറപ്പാക്കാനും എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ കൊണ്ട് സാധിക്കുമെന്നാണ് പാലക്കാട്ടെ വോട്ടർമാരുടെ അഭിപ്രായം. ശോഭാ സുരേന്ദ്രനിലൂടെ യു.ഡി.എഫിൽ നിന്നും പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന് പാർട്ടി നേതൃത്വത്തിന് ഉറപ്പുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ. കേരള രാഷ്ട്രീയത്തിലെ പോരാട്ടവീര്യത്തിന്റെ പര്യായമായി വിശേഷിക്കപ്പെടുന്ന കേരളത്തിന്റെ ഡാൻസി റാണി എന്ന അണികളെ കൊണ്ട് വിളിക്കപ്പെടുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ സാന്നിധ്യങ്ങളിലൊന്നായ അവരുടെ രാഷ്ട്രീയ ജീവിതം അടിയുറച്ച പ്രത്യയശാസ്ത്ര ബോധ്യത്തിലും പതിറ്റാണ്ടുകൾ നീണ്ട സംഘടനാ പ്രവർത്തനത്തിലും കെട്ടിപ്പടർന്നതാണ്. വടക്കാഞ്ചേരിയിൽ ജനിച്ച് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ മണലിത്തറയിൽ താമസിക്കുന്ന ശോഭാ സുരേന്ദ്രൻ സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും കറകളഞ്ഞ സാമൂഹ്യ സേവനവും തന്റെ ജീവിത വ്രതമായി സ്വീകരിച്ചു കൊണ്ടുകയാണ്. തന്റെ 13-ാം വയസ്സിൽ ബാലഗോകുലത്തിലൂടെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് കടന്നുവന്ന ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രസേവനത്തിനായി ജീവിതം സമർപ്പിക്കുകയായിരുന്നു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുപ്രവർത്തന യാത്ര അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നേർസാക്ഷ്യമാണ്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദം നേടിയ ശോഭാ സുരേന്ദ്രൻ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പ്രാവീണ്യം ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി. സംഘടനയുടെ അടിസ്ഥാന തലങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ ശോഭാ സുരേന്ദ്രൻ തന്റെ കഠിനാധ്വാനവും നേതൃപാഠവും കൊണ്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ സുപ്രധാന പദവികൾ വഹിച്ചു. ബി.ജെ.പി യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പദവിയിൽ തുടങ്ങി സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ എത്തിയ അവരുടെ സംഘടനാ ജീവിതം ഏതൊരാൾക്കും പ്രചോദനമാണ്. പാർട്ടിയുടെ വനിതാ വിഭാഗമായ മഹിളാ മോർച്ചയുടെ അമരക്കാരിയായി 2 തവണ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ച അവർ സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ദിശാബോധം നൽകി. കേരളത്തിലെ പ്രവർത്തന മികവ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബി.ജെ.പി ദേശീയ നിർവാഹക സമിതിയിലും അവർ അംഗമായി. പാർട്ടിയുടെ ദേശീയ അംഗത്വ പ്രചാരണത്തിന്റെ സഹസംഘടന എന്ന നിലയിൽ രാജ്യത്തുടനീളം പാർട്ടിയുടെ അടിത്തറ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നീട് സംഘടനാ പുനഃസംഘടനയെ തുടർന്ന് ബി.ജെ.പി കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതമായി. അവർ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഓരോ തിരഞ്ഞെടുപ്പും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റത്തിന്റെ ചരിത്രമാണ്. ശക്തമായ പ്രചരണത്തിലൂടെയും ജനങ്ങളുമായുള്ള ഹൃദയബന്ധത്തിലൂടെയും അവർ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ വോട്ട് വീതത്തിൽ അപൂർവമായ വളർച്ച നേടിക്കൊടുത്തു. ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ രീതികളും നിലപാടുകളിലെ വ്യക്തതയും സ്ത്രീകളെയും രാഷ്ട്രീയത്തിൽ നിഷ്പക്ഷ നിലപാട് പുലർത്തുന്നവരെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിൽ നിർണായകമായി. അനീതിക്കെതിരെ ധർമ്മത്തിനായി ഭയരഹിതമായ സമരവീര്യമാണ് ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് അടിത്തറ പകുന്നത്. 2018 ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ വിശ്വാസി സമൂഹത്തിനൊപ്പം ഉറച്ചു നിന്ന അവർ 11 ദിവസം നീണ്ട അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി. ഈ സമരത്തെ തുടർന്ന് അറസ്റ്റ് വരിക്കേണ്ടി വന്നെങ്കിലും അവരുടെ നിലപാടുകൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. 2021 ഫെബ്രുവരിയിൽ അർഹമായ നിയമനം ആവശ്യപ്പെട്ട സമരം ചെയ്ത PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 48 മണിക്കൂർ നീണ്ട ഉപവാസ സമരം നടത്തിയത് യുവാക്കളോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെ തെളിവായിരുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം കടുത്ത എതിർപ്പുകളെയും വ്യക്തിപരമായ ആക്രമണങ്ങളെയും ശോഭാ സുരേന്ദ്രൻ നേരിട്ടുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തന്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നുണപ്രചരണങ്ങളെയും വ്യാജവാർത്തകളെയും അവർ ധീരതയോടെ നേരിട്ടു. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ ശബ്ദമായി മാറുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു യുവ സാംസ്കാരിക പ്രവർത്തകയിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ വനിതാ നേതാക്കളിൽ ഒരാളായി മാറിയ അവരുടെ ജീവിതം അടിയുറച്ച ആദർശങ്ങൾക്കും താൻ സേവിക്കുന്ന ജനങ്ങൾക്കും വേണ്ടിയുള്ള അചഞ്ചലമായ സമർപ്പണത്തിന്റെ കഥയാണ്. പാലക്കാട് മണ്ഡലം പിടിക്കാൻ ബി.ജെ.പി ശക്തയായ വനിതാ നേതാവിനെ ഇറക്കിയതും പാലക്കാട് മണ്ഡലം ശോഭാ സുരേന്ദ്രനുടെ ബി.ജെ.പിക്ക് ലഭിക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ്.